ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ചില നാളുകൾക്ക് മുമ്പ് എൻ്റെ ഒരു സ്നേഹിതൻ എൻ്റെ അടുക്കൽ വന്നിട്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള ടൗണിലെ പ്രസിദ്ധമായ ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ചും ആ റെസ്റ്റോറൻറ്റിൽ ലഭിക്കുന്ന കുഴിമന്തിയെക്കുറിച്ചും എന്നോട് അദ്ദേഹം വളരെ വാചാലനായി സംസാരിച്ചു. ആ റെസ്റ്റോറൻറ്റിൽ ലഭിക്കുന്ന കുഴിമന്തിയുടെ പ്രത്യേകമായ മണവും അതിൻ്റെ രുചിയും അതിലുപയോഗിച്ചിരിക്കുന്ന വില കൂടിയ അരിയുടെ ഗുണങ്ങളും അതുപോലെ തന്നെ അവർ പാചകം ചെയ്ത് കൊണ്ടുവരുന്ന ആ രീതിയും അത് വരുമ്പോൾ തന്നെ ആ ഭക്ഷണത്തിൽ നിന്ന് വരുന്ന ആസ്വാദ്യകരമായ മണത്തെക്കുറിച്ചും അതുപോലെ തന്നെ അത് കഴിക്കുമ്പോഴുള്ള ആസ്വാദ്യകരമായ രുചിയെക്കുറിച്ചുമെല്ലാം അദ്ദേഹം വളരെ വാചാലനായി സംസാരിച്ചു. അതുമാത്രമല്ല, അതിനോടൊപ്പം കിട്ടുന്ന സൈഡ് ഡിഷുകളായ സാലഡിനെക്കുറിച്ചും മയണൈസ് സോസിനെക്കുറിച്ചുമെല്ലാം വളരെ വാചാലനായി എന്നോട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ സംസാരമെല്ലാം ഞാൻ ക്ഷമയോട് കേട്ടിരുന്ന ശേഷം ഞാൻ അദ്ദേഹത്തോട് തിരികെ ചോദിച്ചു, അല്ലയോ സുഹൃത്തെ, താങ്കൾ ആ റെസ്റ്റോറൻറ്റിനെ കുറിച്ചും ആ കുഴിമന്തിയെക്കുറിച്ചുമെല്ലാം വളരെ വാചാലനായി എന്നോട് സംസാരിച്ചല്ലോ. താങ്കൾ എപ്പോഴെങ്കിലും ആ റെസ്റ്റോറൻറ്റിൽ പോയി ആ കുഴിമന്തി കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്നോടൊരു മറുപടി പറഞ്ഞു, ഞാൻ പോയിട്ടില്ല, എൻ്റെ ഒരു സുഹൃത്ത് അവിടെ പോയി കഴിച്ചു. അങ്ങനെ അദ്ദേഹം കുഴിമന്തി കഴിച്ചതിനെക്കുറിച്ച്, അദ്ദേഹം കഴിച്ച ആ രുചിയെക്കുറിച്ച് എന്നോട് പറഞ്ഞതാണ് ഞാൻ താങ്കളോട് പറഞ്ഞത്. നോക്കുക, ഈ മനുഷ്യൻ കാണിച്ച ഒരു ബുദ്ധികേട്. തനിക്ക് ആ കുഴിമന്തിയെക്കുറിച്ച് യാതൊരു വിധമായ അറിവും തനിക്ക് വ്യക്തിപരമായിട്ടില്ലെങ്കിലും ആരോ കഴിച്ചത് പറഞ്ഞത് കേട്ട് എന്നോട് വന്ന് അദ്ദേഹം അത് പറയുകയാണ്. ഇത്തരത്തിലൊരു കാര്യം നമ്മൾ ദൈവത്തെക്കുറിച്ചും ഓരോ മനുഷ്യനും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ മനുഷ്യനും അവനെ സൃഷ്ടിച്ച ദൈവവുമായിട്ട് വ്യക്തിപരമായ ബന്ധമില്ലാതെ ആരുടെയൊക്കെ വാക്കുകളുടെ പിന്നാലെയും ആരൊക്കെയോ പറഞ്ഞ ആശയത്തിൻ്റെ പിന്നാലെയുമൊക്കെ ഓടിപ്പോകുന്ന അനേകരുണ്ട്. ലോകത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന മതങ്ങളുടെ പിന്നാലെ പോകുന്നവരെല്ലാം വാസ്തവത്തിൽ അവർ ദൈവവുമായിട്ട് ബന്ധമില്ല, മറിച്ച് മതമെന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നാണ് അർത്ഥം. ആരൊക്കെയോ ദൈവത്തെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായത്തിൻ്റെ പിന്നാലെ പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ദൈവത്തെക്കുറിച്ചുള്ള അഭിപ്രായം വിളമ്പുന്ന മതത്തിലേക്കല്ല, മറിച്ച് ദൈവവുമായിട്ട് നേരിട്ട് ബന്ധം പ്രാപിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ ദൈവത്തിങ്കിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ സ്രഷ്ടാവായ ദൈവം നിങ്ങളുമായിട്ട് വ്യക്തിപരമായ ബന്ധം പുലർത്തുവാൻ ആഗ്രഹിക്കുന്നു. അപ്രകാരം ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ദൈവികപരമായ സന്തോഷം പ്രാപിക്കുവാൻ കഴിയും, ദൈവികപരമായിരിക്കുന്ന അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയും. അവർ ജീവിതം വ്യക്തിത്വത്തിൽ പുതുക്കം പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും. ദൈവമായ കർത്താവ് നമ്മളെ അതിനായി സഹായിക്കട്ടെ. ഭക്തനായ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, 34-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദൈവത്തെ നിങ്ങൾ നല്ലവനെന്ന് രുചിച്ചറിയുവൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ആ ദൈവത്തെ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.